യോഗാധ്യക്ഷൻ ഏറെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് വി കെ ബീരാൻ സർ, വേദിയിൽ നമുക്കേവർക്കും സ്വാഗതം പറഞ്ഞ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ശ്രീ ടി കെ അബ്ദുൽ വഹാബ്, വേദിയിലുള്ള ഏറെ ബഹുമാനായ ശ്രീ ടി കെ എ നായർ, മുൻ മന്ത്രിയും കെ പി സി സിയുടെ മുൻ പ്രസിഡൻറ്റും നമുക്കെല്ലാം ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയുള്ള ശ്രീ എം എം ഹസൻ, ഡോക്ടർ എ കെ മീര സാഹിബ്, ശ്രീ പാളയം അബ്ദുൽ മജീദ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, വിദ്യാർത്ഥികളെ, സ്നേഹിതരെ, സി എച്ചിൻ്റെ നാമധേയത്തിലുള്ള എഡ്യൂക്കേഷൻ ട്രസ്റ്റ് കഴിഞ്ഞ 25 വർഷക്കാലമായി നടത്തിവരുന്ന വിദ്യാഭ്യാസ അവാർഡിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വളരെ സന്തോഷം പകരുന്ന ഒരു മുഹൂർത്തമാണ് ഇത്തരം അവാർഡ് അല്ലെങ്കിൽ അനുമോദന ചടങ്ങുകൾ. ഇവിടെ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പിന്നോക്കാവസ്ഥയ്ക്ക് മാറ്റം വന്നത് വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ ബോധപൂർവമായ ഇടപെടലാണ്. കേരളത്തിൻ്റെ പഴയ കാലഘട്ടത്തെക്കുറിച്ചൊന്നും ഞാൻ വിശദമായ ഒരു വർത്തമാനത്തിലേക്കൊന്നും കിടക്കുന്നു. രാജ്യത്തിൻ്റെ പൊതുചിത്രം നമ്മുടെ നാട്ടിലും സമാനമായിരുന്നു. ഇപ്പോൾ അധ്യക്ഷൻ സൂചിപ്പിച്ചില്ലേ, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പല മേഖലയിലെയും പിന്നോക്കാവസ്ഥയെ സംബന്ധിച്ച് ചുരുങ്ങിയ വാക്കുകളാണെങ്കിലും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. നമ്മുടെ നാട്ടിൽ വന്ന് കടന്നുപോയ സ്വാമി വിവേകാനന്ദൻ തന്നെ പറഞ്ഞത് ഇതൊരു ഭ്രാന്താലയമാണ്. അത്ര കണ്ട് ജാതി മത അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ ഒക്കെ കൊണ്ട് വല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ കഴിഞ്ഞ നാടായിരുന്നു നമ്മുടെ നാട്. 1957 മുതലുള്ള ഗവൺമെൻറ്റുകൾ വിദ്യാഭ്യാസം സാർവത്രികവും സൗജന്യമെന്ന് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നെങ്കിലും അത് യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമം ആരംഭിച്ചത് 57 മുതലാണ്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് മുതൽ തുടങ്ങിയ നമ്മുടെ ശ്രദ്ധാപൂർവമായ ഇടപെടലാണ് കേരളത്തിൻ്റെ ഇന്ന് കാണുന്ന സാമൂഹ്യ അവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റാൻ കഴിഞ്ഞത്. അത് നന്നായി മനസ്സിലാക്കിയ വിദ്യാഭ്യാസ മന്ത്രിയും സാമൂഹ്യ പ്രവർത്തകനും ഒക്കെ ആയിരുന്നു CHA എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്ന ഒരു പ്രത്യേകത. അദ്ദേഹം ആ ലക്ഷ്യം കൈവരിക്കുന്നതിൽ വിശേഷിച്ചും പെൺകുട്ടികൾ, മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ അവരുടെ വിദ്യാഭ്യാസ പുരോഗതിയിലൂടെ മാത്രമേ അവരുടെ ജീവിത പ്രയാസങ്ങൾ അകറ്റാൻ കഴിയൂ എന്ന അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണത്തോടെ കാഴ്ചപ്പാട് ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് മാറി. ഞാനെപ്പോഴും ഇതുപോലുള്ള യോഗങ്ങളിൽ എടുത്തു പറയുന്നൊരു വിഷയം, നമ്മുടെ പെൺകുട്ടികൾ നല്ല റിസൾട്ട് കൈവരിക്കാൻ കഴിയുന്നവരായി മാറി എന്നതാണ് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യം. ഞാൻ കഴിഞ്ഞ SSLC +2 റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ, +2ന് ഉയർന്ന മാർക്ക് നേടിയ, SSLC മാത്രമല്ല CBSE, ICSE എല്ലാ പരീക്ഷകളും കുഞ്ഞുങ്ങളെ അങ്ങനെ വേർതിരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാ പരീക്ഷകളിലും നല്ല വിജയം നേടിയ കുട്ടികളെ 1400 പരം വിദ്യാർത്ഥികൾ നെടുമങ്ങാടുണ്ടായിരുന്നു. 1400 പരം 2 ദിവസമായിട്ടാണ് നടത്തിയത്. ഒരു ദിവസമായിട്ട് നടത്താൻ ഉള്ള ഹോളില്ല. രക്ഷകർത്താക്കൾ ഉൾപ്പെടെ വന്നപ്പോൾ 2 ദിവസമായിട്ടാണ്. അവർക്കെല്ലാം ഞാൻ ഒരേപോലത്തെ പാർക്കർ പേന വാങ്ങിച്ചു. കഴിഞ്ഞ വർഷം എനിക്ക് 100% മാർക്ക് വാങ്ങിയവർക്ക് മാത്രമേ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. ഇത്തവണ ഞാൻ ആഗ്രഹിച്ചത് അവർക്ക് എല്ലാവർക്കും വാങ്ങിക്കൊടുക്കണമെന്നാണ്. ഞാനിത് പറയാൻ കാരണം, ഞാൻ ആ സദസ്സിൽ 2 ദിവസമായി നിന്ന് ഇവർക്ക് മൊമെൻറ്റോ കൊടുത്തതിനിടയിൽ 2 പെൺകുട്ടികൾ എൻ്റെ മൊമെൻറ്റോ വാങ്ങിയിട്ട് എന്നോട് പറഞ്ഞ് സാറിനോട് ഒരു സ്വകാര്യമായിട്ടൊരു കാര്യം പറഞ്ഞു. സത്യത്തിൽ ആ 2 പെൺകുട്ടികളും മുസ്ലിം സമുദായത്തിലുള്ളവരാണ്. 2 പെൺകുട്ടികളും യോഗം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് തുടർന്ന് പഠിക്കാൻ പ്രയാസകരമായ സാഹചര്യം, 2 പേർക്കും തുടർന്ന് ഫീസ് കൊടുത്ത് പഠിക്കാൻ കഴിയുന്നവരല്ല എന്ന് രഹസ്യമായി ഒന്ന് പറഞ്ഞു. 2 പേരുടെയും പഠനത്തിന്, ഒരു കുട്ടി +2 പരീക്ഷ കഴിച്ചതാണ്, SSLCക്ക് എല്ലാത്തിനും A+, +2ന് അതുപോലെ മാർക്ക് 96% മാർക്ക്, ഓട്ടോറിക്ഷക്കാരൻ്റെ മകളാണ്. പിന്നെയാണ് പറഞ്ഞത് അതിൻ്റെ ആഗ്രഹം എൻട്രൻസ് എക്സാമിനേഷൻ്റെ കോച്ചിങ് സെൻറ്ററിൽ പോകണം. നമ്മളിവിടെ മറിവാൻസ് ക്യാമ്പസ്. ഞാൻ ആ കുട്ടിയോടും രക്ഷകർത്താവിനോടും പറഞ്ഞു, അഡ്മിഷൻ ആകുക, ആവശ്യമായ സപ്പോർട്ട് ചെയ്തു തരാം.
മറ്റേ കുട്ടി പന്തളം NSS കോളേജിൽ അഡ്മിഷനായി, ഫീസ് അടയ്ക്കേണ്ട പൈസ കൊടുത്തു. അപ്പോൾ ഞാനീ പറഞ്ഞത് ഇത് കേരളത്തിൻ്റെ ഒരു പൊതു ചിത്രമാണ്. കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ നന്മ നിറഞ്ഞ മനസ്സ് ഈ നിലയിലേക്ക് പരുവപ്പെട്ടത് ഞാൻ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ആരോട് പറഞ്ഞാലും അത് ചെയ്യും. സമൂഹത്തെ ആ നിലയിൽ ചിന്തിപ്പിച്ച് ആ നിലയിൽ മനസ്സിനെ പരുവപ്പെടുത്തിയെടുത്തത് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലാണ്. പഠിക്കുന്ന കുട്ടി ഏതറ്റം വരെയും പഠിക്കാനുള്ള സപ്പോർട്ട് സമൂഹം, വീടിന് കഴിഞ്ഞില്ലെങ്കിൽ സമൂഹം ചെയ്യും. അതുകൊണ്ടാണ് CHൻ്റെ പേരിലുള്ള ഒരു പ്രോത്സാഹന വേദിയിൽ ഞാൻ പങ്കെടുക്കാമെന്ന് അവരോട് സൂചിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ റിസൾട്ടുമായി ബന്ധപ്പെട്ട യോഗം എവിടെ നടക്കുന്നെങ്കിലും അതിൽ മഹാഭൂരിപക്ഷമാല, ഇന്ന് രാവിലെ ഞാൻ പള്ളിച്ച പഞ്ചായത്തിൻ്റെ യോഗത്തിൽ പങ്കെടുത്തത്, മഹാഭൂരിപക്ഷം പെൺകുട്ടികളാണ്, നല്ല മിടുക്കികളാണ്. എനിക്കൊരു കാര്യമേ സൂചിപ്പിക്കാനുള്ളൂ, നിങ്ങൾ ഈ റിസൾട്ട് നന്നായി കൈവരിക്കാൻ കഴിഞ്ഞു. ഇനി നിങ്ങളുടെ യാത്ര നിങ്ങളുടെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റാണ്. SLC +2 എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളായി മാറുകയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോവുകയാണ്. രക്ഷകർത്താക്കൾ അതുവരെ തൊട്ടടുത്ത സ്കൂളിൽ കൊണ്ടാക്കുന്ന രീതിയാണെങ്കിൽ അവരുടെ കൈവിട്ട് മറ്റ് പല അന്യനാടുകളിൽ പോയി പഠിക്കാൻ പോകാൻ നിർബന്ധിതരാകുന്നവരാണ്. ഒരുപാട് ചതിക്കുഴികൾ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ള കാര്യം എപ്പോഴും ഓർക്കണം. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എപ്പോഴും രക്ഷകർത്താക്കളെ ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന മനസ്സുള്ളവരായി നിങ്ങൾ കാണണം. അല്ലാതെ നമ്മുടെ ഒരു രീതി എന്താണ്, നമുക്കുള്ള കുറവുകൾ, ഇല്ലായ്മകൾ മറ്റാരോടും പറയാതിരിക്കാൻ നമ്മൾ കള്ളം പറയാനും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആർഭാടപരമായിട്ടുള്ള ചില അഭ്യാസങ്ങളെ കാണിച്ച് മറ്റു കുട്ടികളോടൊപ്പം നിർത്തുന്ന ആ രീതിയിലേക്ക് മാറിപ്പോകും. ആ ചതിക്കുഴികളിലേക്ക് പോയി വീഴാതെ പഠനത്തിൽ ഊന്നി നിന്നുകൊണ്ട് തൻ്റെ കുടുംബത്തിനും നാടിനും അഭിമാനകരമായ റിസൾട്ട് കൈവരിക്കുന്നവരായി മാറാൻ സാധിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും കിടക്കുന്നില്ല. നമ്മുടെ ഈ വേദിയിൽ TK നായർ അടക്കമുള്ള അദ്ദേഹത്തെ നമ്മുടെ മലയാളിക്ക് വേണ്ടത്ര അറിയില്ല എന്നുള്ളതാണ് സത്യം. ഇതുപോലൊരു മഹാനായ മനുഷ്യൻ കേരളം സംഭാവന ചെയ്തതാണ് ഇന്ത്യക്ക്. അദ്ദേഹത്തെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന വേദി ആയതുകൊണ്ട് ദീർഘമായി പറഞ്ഞു പോകുന്നില്ല. എല്ലാവർക്കും ആശംസകൾ നേരുന്നു, എല്ലാ വിജയങ്ങളും നേരുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. CHനെ ഓർക്കാൻ വേണ്ടി വീണ്ടും അഭ്യർത്ഥിക്കുന്നു.